കാർഗിൽ യുദ്ധത്തിൻ്റെ 25ാം വാർഷികം രാജ്യം കൊണ്ടാടുന്ന ഈ സമയത്ത് കാർഗിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ധീര യോദ്ധാക്കളെയും വീരനാരികളെയും ആദരിക്കുന്ന ചടങ്ങ് നവംബർ മാസം 16-ാം തീയതി ശനിയാഴ്ച 3:30 മണിക്ക് മണർകാട് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ കാവുൽപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ വളരെ ആഘോഷത്തോടുകൂടി പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതും, ഈ സമ്മേളനം കേരളത്തിൻ്റെ ദേവസ്വം തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്നതും, മുഖ്യ പ്രഭാഷണം കോട്ടയത്തിൻ്റെ MP ഫ്രാൻസിസ് ജോർജ് നിർവഹിക്കുന്നതും, യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ സഹധർമ്മിണിയെ ആദരിക്കുന്നത് കോട്ടയത്തിൻ്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അത് വഹിക്കുന്നത് മണർകാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ KC ബിജു അവറുകളാണ്. ഈ മണർകാട് പ്രദേശത്തുള്ള വിവിധ 11 സംഘടനകളും മണർകാട് ഗ്രാമപഞ്ചായത്തും കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിൽ വിവിധ സംഘടനാ നേതാക്കളും മറ്റ് ജനപ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്, അവരുടെ നേതാക്കൾ, NCCയുടെ ആൾക്കാരുമൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു വലിയ സമ്മേളനമായി മാറ്റുവാനായിട്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരുടെ അവരുടെ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. അത് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും യുദ്ധമുഖത്ത് ഉണ്ടായിരുന്ന ഇവരിൽ നിന്ന് നേരിട്ടറിയുവാനായിട്ട് നമുക്ക് താല്പര്യമാണ്. ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത സൈനികരും അതോടൊപ്പം തന്നെ മണർകാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KC ബിജു, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VK മത്തായി, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് KA പ്രസാദ്, CN ശശി എന്നിവർ ഇതിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. നമുക്ക് ഈ യുദ്ധത്തെക്കുറിച്ച് അറിയുവാനായിട്ട് താല്പര്യമുണ്ട്. എൻ്റെ പേര് KM, കോട്ടയത്ത് മണർകാടാണ് വീട്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ മിലിറ്ററി ഇൻ്റലിജൻസിൽ 1978 ജോയിൻ ചെയ്ത് 2000 ഞാൻ തിരികെ റിട്ടയർഡായി പോരുന്നു. ഞാൻ 1999 യുദ്ധം നടക്കുന്ന സമയത്ത് എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ ഞാൻ ശ്രീനഗറിലെത്തുമ്പോൾ യുദ്ധം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആദ്യം പോയവരിൽ വളരെ 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 ദുഷ്കരമായ സാഹചര്യമാണെന്ന് താഴെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇൻ്റലിജൻസുകാർക്ക് ആ ഒരു സമയത്തുള്ള റോൾ എന്ന് പറയുന്നത് താഴെ ഫോർവേഡ് ഏരിയയിലേക്കുള്ള ഇൻ്റലിജൻസ് വർക്കൊന്നും ആ സമയത്ത് നടക്കത്തില്ല. അതുകൊണ്ട് താഴെ തടവുകാരായിട്ട് വരുന്നവരെ ചോദ്യം ചെയ്യുക, അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് യുദ്ധമുഖത്തേക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ അവിടുത്തെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി. 1999 യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ച കൊടും ചതിയുടെയും വഞ്ചനയുടെയും പരിണിതഫലം മാത്രമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. കാരണം നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ അനുസരിച്ച് മഞ്ഞ് വീഴുന്ന സമയം, അതായത് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും ഇരു സൈന്യങ്ങളും അവരുടെ പക്ക ഡിഫൻസ് വിട്ട് പിന്നോട്ട് പോവുകയും മഞ്ഞ് ഉരുകാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ, അതായത് ഏതാണ്ട് മെയ് ജൂൺ മാസമാകുമ്പോൾ മാത്രം തിരികെ എത്തുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു ആ കാലയളവിൽ ഈ ജമ്മു കാശ്മീർ ഏരിയയിലുള്ള മൊത്തം അതിർത്തിയിൽ നടന്നിരുന്ന രീതി അതായിരുന്നു. പക്ഷേ ആ വർഷം 1999 പാകിസ്ഥാൻ ആർമി ബോർഡറിൽ നിന്ന് പിന്നോട്ട് മാറി എങ്കിൽ പോലും അവർ മാറി ഇന്ത്യൻ സൈന്യവും അവരുടെ റിയർ ലൊക്കേഷനിലേക്ക് പോന്നു. അവർ പോയിട്ട് അതേപടി തന്നെ തിരികെ പോസ്റ്റ് ഓക്കുപ്പൈ ചെയ്ത് രണ്ടാമത് കയറി പോസ്റ്റ് ഓക്കുപ്പൈ ചെയ്യുകയായിരുന്നു. അവരുടെ പോസ്റ്റ്
കാലക്രമേണ അവർ മുന്നോട്ട് വന്ന് ഇന്ത്യൻ പോസ്റ്റും കയറി വീഴുന്നു. ഈ വിവരം നമ്മൾ അറിയുന്നത് വളരെ വൈകിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പതിവുള്ളതല്ല. ഒരിക്കൽ പോലും അങ്ങനെ പാകിസ്ഥാൻ സൈന്യം അവിടെ കയറി വരാറുള്ളതല്ലായിരുന്നു. ഒരിക്കൽ പോലും അവിടെ പോകുന്ന ലോക്കലായിട്ടുള്ള ഈ പശുക്കളെയും ആടുകളെയും ഒക്കെ മേയ്ക്കുന്ന ആൾക്കാർ അവിടെ പോയി വന്നവർ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അവിടെ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മൂവ്മെന്റ്സും ഒക്കെ കാണുന്നുണ്ട്, അവിടെ നമ്മുടെ അതിർത്തിയിലേക്ക് കയറി കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും പ്രത്യേകിച്ച് ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിൽ ആ ഏരിയയിലേക്ക് നമുക്ക് പോകാന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ പോലും പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത് അത്ര തൂക്കമായിട്ട് ഐസ് വീണും മല എവിടെയാണ്, താഴ്വര എവിടെയാണ് എന്നൊന്നും അറിയാൻ മേലാത്തൊരു സാഹചര്യമാണ് അവിടെ. ആ സമയത്ത് ആരും അത്ര കാര്യമാക്കിയില്ല. ഇവിടുന്ന് നമ്മൾ പോകുന്നത് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ പോകുമ്പോഴത്തേക്ക് അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരുന്ന യൂണിറ്റിന്റെ ആദ്യത്തെ ഒരു ചെറിയ ടീമാണ് പോകുന്നത്. അവരെ എല്ലാവരെയും തന്നെ ആ ചെന്നവരെ എല്ലാവരെയും അവർ ജീവനോടെ പിടിച്ചു. ഒരുത്തരെ പോലും പിന്നെ അവർ അത്ര വലിയൊരു തയ്യാറെടുപ്പോടെ അല്ലായിരുന്നു അവർ പോയത്. ഏതോ തീവ്രവാദികൾ അതിർത്തിയിലുണ്ട് എന്നുള്ള ഒരു വിവരം വെച്ചാണ് പോകുന്നത്. അപ്പോൾ ആദ്യം പോകുന്ന 2-3 പെട്രോളിംഗ് ടീമിനെയും അവരുമായിട്ട് അങ്ങോട്ടും ഫൈറ്റിംഗ് ഉണ്ടായി. ഇവരുടെ ആയുധങ്ങൾ തീർന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഇട്ട് പിടിച്ച് അവർ ജീവനോടെ കൊണ്ടുപോകും. അവരെയാണ് പിന്നീട് അവർ 8 പെട്ടികളിലാക്കി തിരിച്ച് അവരുടെ മൃതശരീരം തിരിച്ച് പിന്നെ ഇന്ത്യക്ക് കൈമാറിയത്. എന്നിട്ട് പാകിസ്ഥാന്റെ അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിലൊക്കെ ഇട്ടു, ഞങ്ങളോട് കളിച്ചാലുള്ള അനുഭവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ് ഇട്ടു. വളരെ വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവം, വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്ര ക്രൂരമായ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു കൊലയായിരുന്നു. ഒരു ലോകത്തിൽ എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും ഒരു ശത്രുവിനോട് പോലും ചെയ്യാൻ പറ്റുവരാത്ത രീതിയിലായിരുന്നു അവരോട് ചെയ്തത്. പലരുടെയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, നാവ് പിഴുതെടുത്തു, നാക്ക് കൊടലുകൊണ്ട് വലിച്ച്, ഇത് കട്ടിംഗ് പ്ലെയർ കൊണ്ട് നാക്ക് പിടിച്ച് പറിച്ചെടുത്തു. പലരുടെയും നാക്കില്ലായിരുന്നു, പലരുടെയും കണ്ണുകളില്ലായിരുന്നു, പലരുടെയും ജനനേന്ദ്രിയങ്ങളിൽ ചുട്ടുപഴുത്ത കമ്പി കുത്തി ഇറക്കി. അത്ര നീചമായ ഒരു കൊലപാതകമാണ് അവർ നടത്തിയിട്ട് എന്നിട്ട് അവർ ആ ബോഡി തിരിച്ച് ഇന്ത്യക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളോട് ചെയ്താൽ ഇതുപോലെ ഇതായിരിക്കുന്നവരുടെ അനുഭവം. ഇത് ഏതാണ്ട് ഒരു ജൂൺ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, ജൂൺ ആദ്യം. അത് കഴിഞ്ഞാണ് നമ്മുടെ ഓപ്പറേഷൻ വളരെ സ്ട്രിക്റ്റ് ആക്കി വളരെ ഇന്ത്യ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന ഈ ഒരു സംഭവം, ഈ ബോഡി കിട്ടി. അത് കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ശരിക്കും റിയാക്ട് ചെയ്യുന്നത് പാകിസ്ഥാനോട്. അത്ര ക്രൂരതയാണ് പാകിസ്ഥാൻ. ഇത് പാകിസ്ഥാൻ ആർമിക്കല്ലാതെ വേറെ ഒരു ആർമിക്കും ഇതുപോലെ ഒരു അതിക്രൂരമായ ഒരു കൊലപാതകം നടത്താൻ, കൊല ചെയ്യുവാനായിട്ട് സാധിക്കില്ല. കാരണം എന്തോ അവരുടെ ട്രെയിനിങ് ആണോ, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്താണ് ഒരു കാര്യം സത്യമാണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല. എന്നാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ അഹിംസയിലും കൊല ചെയ്യരുത്, അഹിംസാ സിദ്ധാന്തം, ശാന്തി മന്ത്രങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ, ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. നമുക്കിങ്ങനെ ഒരു കൊല ചെയ്യാൻ പറ്റില്ല. ഈ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ നേരിട്ട് ഇടപെട്ടതായിട്ടുള്ള തെളിവുകൾ സമ്മതിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ച് നവാസ് ഷെരീഫ് പറഞ്ഞത് പാകിസ്ഥാൻ പട്ടാളവും പങ്കെടുത്തിരുന്നു. പക്ഷെ ആദ്യകാലത്ത് നമ്മളെല്ലാം അറിയുന്ന അവിടുത്തെ ഭീകരവാദികളാണ് ഇത് നേരിട്ട് പങ്കെടുത്തത് എന്നാണൊരു ഇതായിരുന്നു. പക്ഷേ നമുക്കറിയാൻ പറ്റും പാകിസ്ഥാൻ പട്ടാളവും നേരിട്ട് പങ്കെടുത്തതിനുള്ള യുദ്ധം തന്നെ ഉണ്ടായത്. അപ്പം അതിലെന്തിനെക്കുറിച്ച് ഒരു വസ്തുത എന്തെങ്കിനെക്കുറിച്ച് പറയാൻ പറ്റും? കാർഗിൽ യുദ്ധം വളരെ വിശാലമായ ഇന്ത്യ പാക് അതിർത്തിയിൽ കാർഗിൽ എന്ന പോയിന്റ് അവിടെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതൊരു കൊച്ചു ഗ്രാമമാണ്. ഈ കാർഗിൽ ശ്രീനഗറിനും ലേയ്ക്കും ഇടയിൽ നാഷണൽ ഹൈവേ ഒന്നുകൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഇന്ത്യക്ക് ലേയിലേക്ക് ഏതെങ്കിലും മിലിറ്ററി സാധനങ്ങളെ, ആഹാര സാധനങ്ങളെ ഒരിക്കലും എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഈ കാർഗിലിന്റെ ഫ്രണ്ടിലുള്ള NH ഫ്രണ്ടിൽ കൂടി മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അവർ ഈ കാർഗിലിനെ തെരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണം ഏത് സാധനം പോയെന്ന് പറഞ്ഞാലും കിലോമീറ്റർ 17,000-18,000 കിലോ അടി ഉയരത്തിലുള്ള ഈ പോയിന്റ് ഇരുന്നുകൊണ്ട് താഴെ കൂടെ പോകുന്ന വാഹനങ്ങളെ ഏതിനും ഇവർക്ക് കാണുവാനും അതിനെ തീർച്ചയായിട്ടും നശിപ്പിക്കാനും സാധിക്കുന്ന ഒരു പോയിന്റാണ് കാർഗിൽ പോയിന്റ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിശാലമായ നമ്മുടെ അതിർത്തി ഉണ്ടായിട്ടും കാർഗിലിനെ അവർ തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന എത്രയും ബഹുമാനപ്പെട്ട ഈ വാജ്പേയി അവர்கள், അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, ഇവർ തമ്മിലുണ്ടായ ലാഹോർ ഉടമ്പടി, സമാധാന കരാർ, അതിന് പ്രകാരമാണ് നമ്മൾ വെക്കട്ടായിരുന്നല്ലോ നമ്മുടെ ITI സാർ പറയുന്ന പ്രകാരം അവിടെ ആ മഞ്ഞ് സമയത്ത് അവർക്ക് കയറുവാൻ സാധിക്കുന്നില്ല. അതെ, അവിടെ എന്തിന് അവർ ഇന്നും പറയുന്നത് പട്ടാളമല്ലെന്നാണ്. പക്ഷേ പട്ടാളക്കാര്
സിവിലിയന്റെ വേഷം ധരിച്ച് ആട്ടിടയന്മാരുടെ വേഷം ധരിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ മലയാളത്തിൽ പറയും പുലിയുടെ വേഷം ധരിച്ചും കടുവായുടെ വേഷത്തൊക്കെ ധരിച്ചും വരുന്ന ആളുകളെ പോലെ, അതുപോലെ വളരെ ചതിയന്മാരായിട്ട് അവർ വേഷം മാറി വന്ന 100% നമുക്ക് ഉറപ്പാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് പാക് പട്ടാളമായിരുന്നു. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ആ പെട്രോളിംഗ് സംഘം 6 പേര് പോകുന്നു. അതിൽ അവരുമായി പിടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവർ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെ പട്ടാളമാണ്. അതുകൊണ്ട് യാതൊരു സംശയമില്ല, പാകിസ്ഥാൻ പട്ടാളമായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എന്നും ഓർത്തിരിക്കുവാൻ നമ്മുടെ ധീര ജവാന്മാർ 527 പേരവിടെ ചരമം പ്രാപിച്ചുവെങ്കിലും കാർഗിൽ ജില്ലും പോയിന്റും അതുപോലുള്ള എല്ലാ പോയിന്റുകളും നമ്മുടെ ദേശീയ പതാക പറപ്പിക്കുവാൻ ഇന്ത്യയിലെ ധീര ജവാന്മാർക്ക് സാധിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ഇന്നും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ കാർഗിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് നിങ്ങൾ. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഈ 3 മാസത്തോളം നീണ്ടു നിന്ന കാലയളവിൽ നിങ്ങൾക്ക് കുടുംബാംഗങ്ങളോട് ബന്ധപ്പെടുവാൻ കഴിയുമായിരുന്നോ? അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതുപോലെ തന്നെ ഈ എയർഫോഴ്സിന് ഇതിൽ ഒരു നിർണായക പങ്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ എയർഫോഴ്സിൽ നമ്മളെ സഹായിച്ചത് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങളാണെന്നും പറയുന്നു. അതേക്കുറിച്ചൊന്നും പറയാം. എൻ്റെ പേര് PS കുരുള, മണർകാട് സ്വദേശിയാണ്. 20 വർഷത്തോളം ഭാരതീയ വായുസേനയിൽ ജോലി ചെയ്തു റിട്ടയറായതാണ്. കാർഗിൽ യുദ്ധ സമയത്ത് എനിക്ക് സേനയിൽ പങ്കെടുത്ത് ഈ കാർഗിൽ യുദ്ധം വിജയിപ്പിച്ചതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് ആ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധമുഖത്ത് തന്നെ നിന്ന് യുദ്ധം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യയിൽ എവിടെയായിരുന്നാലും, രാജസ്ഥാനിലാണെങ്കിലും ആസാമിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ റോളുകൾ. അത് നമുക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നമ്മളുടെ കടമകൾ നിർവഹിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സൈനികന്റെ മാനസികാവസ്ഥ ഈ സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയ അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുക്കും, ഭാര്യ എവിടെ, മക്കളെവിടെ, അങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. എന്നാൽ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഒരു ഭീഷണിയെ നേരിടുമ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ശത്രുക്കളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലോടിയത്. നമ്മൾ പറയും 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് 10 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് തളർന്നു വീണു ഒഴിഞ്ഞു വീണു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറ്. എന്നാൽ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, യുദ്ധമുഖങ്ങളിൽ ആഹാരങ്ങളുടെ കുറവുണ്ടാവും, വെള്ളത്തിൻ്റെ കുറവുണ്ടാവും, ഇതിനൊക്കെ ഉപരിയായിട്ട് ആയുധങ്ങളുടെ പോലും കുറവുണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി രാജ്യത്തിൻ്റെ സുരക്ഷ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരു പറ്റം യോദ്ധാക്കളാണ് നമ്മുടെ ഇന്ത്യയിൽ. അതിൽ ഒരംഗമാകാൻ കഴിഞ്ഞത് ഞാൻ അഭിനന്ദിക്കുന്നു. ആ സമയങ്ങളിൽ നമ്മൾ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാനുള്ള, കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് മൊബൈൽ ഫോണുകളൊന്നും എത്രത്തോളം വ്യാപകമായിരുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒരു മെയിൽ വരുമ്പോൾ അത് നമ്മളുടെ കയ്യിൽ കൊണ്ടുതരാനാണ് പതിവ്. അതുകൊണ്ട് വീട്ടിലെ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. പക്ഷെ എപ്പോഴെങ്കിലും മെയിൽ വന്ന് ഒരു എഴുത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. യുദ്ധമുഖത്ത് അതൊരു സന്തോഷത്തിൻ്റെ അവസരമാണ്. പക്ഷേ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാറില്ല. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം രാജ്യത്തിൻ്റെ സുരക്ഷ മാത്രമാണ്. ഇവിടെ ശ്രീ VK മത്തായി സൂചിപ്പിച്ചു, 18,000 അടി മുകളിൽ നിന്ന് താഴേക്കായിരുന്നു അവരാദ്യമായിട്ട് ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിർ ആക്രമണം നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി കാണും. നമ്മുടെ അന്നത്തെ ഒരു സീൻ മനസ്സിൽ നിൽക്കുന്നത്, ഇവിടുന്ന് നമ്മുടെ പാറ്റൻ ടാങ്കികൾ അങ്ങ് മലയുടെ മുകളിലേക്ക് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ഒരു സീൻ മനസ്സിൽ അന്ന് നിന്നും നിലനിൽക്കുന്നത്. അതുകൂടാതെ അതിനകത്ത് എയർഫോഴ്സ് മുഖേന വന്ന് ആ മലയുടെ മുകളിൽ അവരുടെ ആക്രമണം നടത്താനോ എടുക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. ആ യുദ്ധം എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് നമ്മൾ നേരിട്ട് എന്നുകൂടി ഒന്ന് വിവരിക്കാം. എൻ്റെ പേര് JK വെട്ടി. ഞാൻ ആർമിയിലെ എയർ ഡിവിഷനാണ്. ഇന്ത്യയിൽ സർവീസ് ചെയ്തു. ഈ കാർഗിൽ യുദ്ധ സമയത്ത് ഞങ്ങൾ രാജസ്ഥാനിൽ നിന്നാണ് ഞങ്ങൾ കാറിലേക്ക് പോയി. സാർ ചോദിച്ചാൽ മുകളിൽ നിന്ന് എത്ര കാണാമെന്നുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസമാണ്.
നമുക്ക് ആ മുകളിലുള്ള ആൾക്കാരെ നമുക്ക് താഴത്ത് കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസം. അത്രയ്ക്കും വലിയൊരു സ്പോട്ട് കടന്ന വ്യക്തിയാണ് ഞാൻ. അത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിലും നമ്മൾ തട്ടം ചെയ്ത് അവരെ അതുപോലെ തന്നെ ഗ്രാസിൽ കാറുകളിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പ്രയാസമാണ്. പക്ഷെ നമുക്ക് മാറി ആർക്കെങ്കിലും പോകുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ്. സ്റ്റാർ യുവത്തുകൾക്ക് ഫാമിലിയായിട്ട് കണക്ഷൻ. അതായത് ഞങ്ങൾ പോകുന്ന സമയത്ത് STD കോൾ വിളിച്ച് പറഞ്ഞ് ഞാൻ இந்த യുദ്ധത്തിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് ലഡാക്കിൽ ചെന്നിട്ട് ഞാൻ വീട്ടിൽ സംസാരിക്കും. ലഡാക്ക് വിചാരിച്ചാണ് കാർഗിൽ യുദ്ധത്തിൽ ഈ പ്രധാനമായിട്ടും ഈ എയർഫോഴ്സിൻ്റെ ഒരു പങ്ക് എങ്ങനെയായിരുന്നു എന്ന്? എൻ്റെ പേര് സന്തോഷ് സിയാർ. ഞാൻ 20 വർഷക്കാലം ഭാരതീയ വായുസേനയിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഈ പറയുന്ന കാർഗിൽ യുദ്ധസമയത്ത് ഞാൻ ഭാരതീയ വായുസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിൽ സേവനം അനുഷ്ഠിക്കുന്ന സമയത്തായിരുന്നു. അതായത് 1999 മെയ് മാസം 3-ാം തീയതി അതിരാവിലെ 3 മണിയായപ്പോൾ ഡേഞ്ചർ അലാറം മുഴങ്ങുകയും തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നറിയിപ്പ് കിട്ടുകയും ചെയ്തു. ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ ഓഫീസേഴ്സ് ആൻഡ് മെൻസും എത്രയും പെട്ടെന്ന് അവർ സേവനം അനുഷ്ഠിക്കുന്ന സെക്ഷനിൽ ഹാജരാകണമെന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. തുടർന്ന് ഞങ്ങൾ അന്ന് നമ്മുടെ യൂണിറ്റിന്റെ ഓഫീസ് ലൊക്കേഷനായ സ്ഥലത്തേക്ക് അടിയന്തരമായി മൂവ് ചെയ്യുന്നുണ്ടായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാന്റെ ബോർഡറായ വാഗാ ബോർഡിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ് ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അന്ന് രാവിലെ ഏകദേശം 6 മണിയോടുകൂടി ഞങ്ങളുടെ ഓഫീസ് ലൊക്കേഷനിൽ എത്തിച്ചേരുകയും തുടർന്ന് പിറ്റേയുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾ മനസ്സിലായത് ഇതുപോലെ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്നും മനസ്സിൽ വളരെ ഭയാനകരമായിട്ട് വളരെ സങ്കടകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം ആസാം സ്വദേശിയാണ്. അദ്ദേഹം ഇത് വീരമൃത്യു പ്രാപിക്കുകയുണ്ടായി യുദ്ധത്തിൽ. സേനയിലെ പലവിധ പോസ്റ്റുകളുണ്ട്. അതിൽ യുദ്ധമുഖത്ത് നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് പുറകിൽ നിന്നുള്ള ബൈക്ക് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ആർട്ടിലറി വിഭാഗം. ആ വിഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? 1999 മെയ് 3-ാം തീയതി ഈ ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഞങ്ങൾ മെയ് 15 ഞങ്ങൾക്കൊരു ഓർഡർ കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് കാർഗിൽ മൂവ് ചെയ്യാനായിട്ട്. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ സാധാരണ കാർഗിൽ ഈ ലൊക്കേഷൻ അത് നല്ല ഹൈറ്റ് ഏരിയയിലാണ്. മീഡിയം ആർട്ടിലറി ഇതാണ് മീഡിയം ലെവലാണ്. അത് 10-40-50 കിലോമീറ്റർ ബാക്കിലാണ് ഫയർ ചെയ്യുന്നത്. ആ ഫയർ സപ്പോർട്ടാണ് നമുക്ക് ഈ യുദ്ധമുഖത്തേക്ക് നീങ്ങുന്ന പട്ടാളക്കാർക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഫയർ സപ്പോർട്ട് കൊടുക്കും. ആ ഫയർ സപ്പോർട്ടിൻ്റെ ഇതിലാണ് ഇവർ ബാക്കിൽ നിന്ന് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ വിത്തിൻ 24 അവേഴ്സിനാവും എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യുകയും നമ്മൾ ആ ദ്രാസ് എന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അവിടുന്ന് അവർ മൂവ് ചെയ്യുവാൻ അവർക്ക് അവിടുന്ന് അഡ്വാൻസ് ചെയ്യാനായിട്ട് നമുക്ക് അവർ ഫയർ സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ അവർക്ക് ഫുൾ ഫയർ സപ്പോർട്ട് കൊടുക്കുക എന്നാണ് ആർട്ടിലറിയുടെ ലക്ഷ്യം. ഈ കാർഗിൽ യുദ്ധത്തിൽ എയർഫോഴ്സിൻ്റെ പങ്കിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ പേര് വർഗീസ് KI. ഞാൻ 1981 തൊട്ട് 2001 വരെ 20 ഇയേഴ്സ് എയർഫോഴ്സിൽ വർക്ക് ചെയ്തു. 1999 കാർഗിൽ വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നാസിക്കിലായിരുന്നു. വാർ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഞാൻ സ്പെഷ്യലി മിഡ് സീരീസിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് വിത്തിൻ 24 അവേഴ്സ് നാസിക്കിൽ നിന്ന് എന്നെ രാജസ്ഥാൻ ബോർഡറിലേക്ക് ബാർമീർ എന്ന സ്ഥലത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. മിഡ് എയർക്രാഫ്റ്റിൻ്റെ നമ്പർ 1 സ്ക്വാഡ്രനിലാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മൂവ്മെൻ്റ് എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫാമിലി നാസിക്കിലാണ്. അവർക്കൊക്കെ വളരെ ടെൻഷനാണ്. പ്രത്യേകിച്ച് യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് എൻ്റെ മോള് 3 വയസ്സ് മാത്രമുള്ളതായിരുന്നു. എൻ്റെ ഭാര്യ മോളും ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. എന്നോട് മൂവ് ചെയ്യാൻ പറഞ്ഞു.
അവിടെ നമുക്ക് അവിടെ ആ സമയത്ത് ഒരു എക്സ്ക്യൂസും പറയാൻ നോക്കിയല്ല. നമുക്ക് ഫാമിലിയോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്, കുഞ്ഞുങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതൊന്നും ചിന്തിക്കാതെ നമുക്ക് മൂവ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ആയതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. പോയി അവിടെ ചെന്ന് നമ്മൾ പലപ്പോഴും യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ഉള്ള യുദ്ധത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. കാർഗിൽ എന്ന് പറഞ്ഞാൽ ഹൈറ്റിലാണ്. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും 600 കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും അവർക്ക് അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ബാർബറിലായിരുന്നപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഫിറ്റ് ഫോർ ഫൈറ്റ് ആയിട്ട് എപ്പോഴും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം 24 hours നമ്മൾ അലേർട്ടാണ്. 24 hours നമ്മൾ ഓൺ ഡ്യൂട്ടിയിലാണ്. അവിടെ നമുക്ക് നമ്മുടേതായ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഫുഡ്, വെള്ളം, ഉറക്കം, ഇതൊക്കെ ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ പൂർണ്ണമായും ആത്മാർത്ഥതയോടെ അതിൽ ഇൻവോൾവ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എയർക്രാഫ്റ്റിൽ അതിനെ റെഡി ടു ഫ്ലൈ ആകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മെക്കാനിക്കൽ അതിൻ്റെ ടെക്നിക്കായിട്ടുള്ള എല്ലാം ചെയ്തു തരുന്നു. പൈലറ്റ്സിന് ഓർഡർ കിട്ടുമ്പോഴേ അവർ വന്നു വിത്തിൻ 5 minutes അവർക്ക് ഓർഡർ കിട്ടിയ ഉടനെ എയർവിലായി കഴിയും. അങ്ങനെ ഒരു അതിനെ ഞാൻ ബാക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ടെക്നിക്കലി ഫിറ്റാക്കി എയർക്രാഫ്റ്റ് കൊടുക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു എൻ്റേത്. ഈ ഫൈറ്റർ വിമാനങ്ങളിലല്ലാതെ ഈ മിസൈൽ യുദ്ധത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് എയർഫോഴ്സിലെ ആർട്ടിലറി വിഭാഗമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. എൻ്റെ പേര് ജോയ് തോമസ്. നമ്മൾ ഈ എയർ ഡിഫൻസ് ആർട്ടിലറിയിലായിരുന്നു. മിസൈൽ യൂണിറ്റ് ആയതുകൊണ്ട് 1999 മെയ്യിൽ 3-ാം തീയതി തുടങ്ങിയ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ജൂൺ 6-ാം തീയതി ഓർഡർ കിട്ടി കാർഗിലേക്ക് തിരിക്കാനായിട്ട്. ഞങ്ങളൊരു ബറ്റാലിയൻ കാർഗിലേക്ക് കയർകോട് വഴി പോയി. അവിടെ ഞങ്ങൾ 10-ാം തീയതി ജോലിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഗ്ലാസ് വഴി ചെന്നതിനും അവിടെ ഗ്ലാസിൽ ഫയറിംഗ് ആണ് നടത്തുന്നത്. സൗണ്ട് മുഴുവൻ ഫയറിങ്ങിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർ അറ്റാക്ക് സാധ്യതയുള്ള ലൊക്കേഷനെല്ലാം ഞങ്ങളുടെ ഓരോ യൂണിറ്റുകളെ അവിടെ ജീവിക്കുകയും യുദ്ധം അവസാനിച്ച് ഒരാഴ്ച വരെ ഞങ്ങളോട് താമസിക്കുകയും ചെയ്തു. ഞങ്ങളെ അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മൾ കൊടുത്തിരുന്ന എയർഫോഴ്സ് കൂടാതെ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്നുള്ള മിസൈൽ ഫയർ ചെയ്യായിരുന്നു. മുമ്പോട്ട് കടന്നു പോകാൻ നമ്മുടെ ആൾക്കാർക്ക് മുമ്പോട്ട് കടന്നില്ലാനായിട്ട് ഗ്രൗണ്ടിൽ നിന്നുള്ള മിസൈൽ ഫയർ ചെയ്ത് മുമ്പോട്ട് നയിക്കാൻ സഹായിക്കുന്നത്. എയർ ഡിഫൻസിൽ പല സെക്ഷനുണ്ട്. ഈ മിസൈൽസ് ഉണ്ട്, ED ഗണ്ണുണ്ട്, ക്ലീൻ ഗണ്ണുണ്ട്, പല സെക്ഷൻ അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് മെയിൻലി വന്നിരിക്കുന്ന ഈ മുമ്പോട്ട് പോകുന്ന മെയിൻ ഗണ്ണ്, അതായത് ഹെവി യൂണിറ്റ്, ഇൻഫൻട്രികൾ, ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുക. അതായത് ഇവരുടെ എയർ അറ്റാക്ക് വരാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചെറിയ റഡാറുണ്ട്. അതിൽ ട്രീം അതിൽ റിമോട്ട് കൺട്രോൾ കാര്യം ചെയ്യുന്ന ഗണ്ണുണ്ട്, 2 ജനറേറ്ററുണ്ട്. ഞങ്ങൾ അല്ലാതാണ് അത് കഴിഞ്ഞാണ് ഈ മിസൈലൊക്കെ വന്നിരിക്കുന്നത്. മിസൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ മിസൈൽ എന്ന് പറഞ്ഞാൽ അത് 26 കിലോമീറ്റർ റേഞ്ചാണ് ഒരു മിസൈൽ ഫയർ ചെയ്തിട്ട് പോകുന്നത്. അല്ലാതെ ഷോർട്ട് വെച്ച് പറയുന്നത് അതിന് 5 കിലോമീറ്റർ ഷോർട്ട് വെച്ച് പറയുന്നത്. അപ്പം ഈ എയർഫോഴ്സ് അതിൻ്റെ മെയിനായ സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഇടയ്ക്ക് ഈ ക്രോസ് ടാർഗറ്റ് കയറി വരുന്നത് ഈ എയർ ഡിഫൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ ടാർഗറ്റ്. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ ഏതാണ്ട് 8 പേരെ അവർ തടവുകാരായിട്ട് പിടിച്ചു എന്നറിയാം. അതോടൊപ്പം തന്നെ നമുക്ക് അവരെ ആരെങ്കിലും ജീവനോടെ കസ്റ്റഡിയിലെടുക്കാനോ വല്ല സാധിച്ചിട്ടുണ്ടോ? യുദ്ധത്തിൽ തടവുകാരായിട്ട് പിടിക്കപ്പെടുന്നത് ജീവനോടെ പിടിച്ചത് ഏതാണ്ട് 270ഓളം പേരെ പിടിച്ചത്. 130 പേര് ഞാൻ ഡൽഹിയിൽ ജോയിന്റ് ഇന്റർവേഷൻ സെല്ലിൽ ഇൻചാർജായിരുന്നു. അപ്പോൾ അവിടെ ഇന്റർവേഷൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. ഈ 130 പേര്, അതായത് തടവുകാരെ പിടിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അവരെ ഒരു കാറ്റഗറൈസ് ചെയ്യും. അതായത് ഒരു പ്രിലിമിനറി ഇൻട്രോഗേഷൻ, ഡീറ്റെയിൽഡ് ഇൻട്രോഗേഷൻ, പിന്നെ ഒരു ജോയിന്റ് ഇൻട്രോഗേഷൻ, അങ്ങനെ ഒരു 3-4 ലെവലിലേക്കാണ് പോകുന്നത്. അതായത് നമുക്ക് ഒരു തടവുകാരനെ കിട്ടിയാൽ അന്നേരം തന്നെ അവനിൽ നിന്ന് അറിയേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് അവരുടെ ട്രൂപ്സിൻ്റെ ഡിപ്ലോയ്മെൻറ്റ്, ഓരോ പോസ്റ്റിലും എത്ര പേരുണ്ട്, ഏത് യൂണിറ്റാണ് ഇവിടെ ഉള്ളത്, പിന്നെ ആ യൂണിറ്റിൻ്റെ കമാൻഡർ ആരാണ്, ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊരു പട്ടാളക്കാരിൽ നിന്ന് കിട്ടും. പക്ഷെ അവർ പറയത്തില്ല, ബ്രേക്ക് ആകത്തില്ല. അത് വേറെ കാര്യം. അവരുടെ പേരും റാങ്കും
ഇതുമല്ലാതെ നമ്പരും പേരും റാങ്കും അല്ലാതെ ഒന്നും പറയരുതെന്നാണ് ജനീവ കൺവെൻഷൻ്റെ റൂൾ അനുസരിച്ച് ഒരു പട്ടാളക്കാരൻ പ്രിസണർ ആയി കഴിഞ്ഞാൽ അവൻ പറയേണ്ട ഈ 3 കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും പറയേണ്ടെന്നാണ് നിയമം. പ്രിലിമിനറി ഇൻട്രോഗേഷൻ ചെയ്യുമ്പോൾ പറയുന്ന ഒരാളെ പിടിക്കുമ്പോൾ നമ്മൾ അവൻ്റെ കഴിവറിയാം, അവൻ എന്തുമാത്രം ഇൻഫർമേഷൻ തരാനുണ്ട്. ഒരു പട്ടാളത്തിൽ സിപ്പായിയെ പിടിച്ചതിന് ശേഷം അതിൻ്റെ ആർമി ഹെഡ് ക്വാർട്ടറിൽ അവിടെ അവിടുത്തെ ഏതെങ്കിലും റോളോ അല്ലെങ്കിൽ അവിടെ മിസൈൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എവിടുത്തെ മിസൈൽ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അതറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ആൾക്കാരുടെ അവരുടെ ലെവൽ വെച്ചുള്ള ഒരു ഇൻട്രോഗേഷൻ ചെയ്ത് പ്രിലിമിനറി ഇൻട്രോഗേഷൻ, സെക്കൻഡറി ഇൻട്രോഗേഷൻ, പിന്നെ ഡീറ്റെയിൽ ഇൻട്രോഗേഷൻ, പിന്നെ ജോയിൻറ്റ് ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് ഡൽഹിയിലാണ് പോകുന്നത്. അപ്പോൾ ഡൽഹിയിൽ 130 പേര് ഞാൻ ആ സെല്ലിൽ ഇല്ലാതെ ഈ യുദ്ധ തടവുകാർ വരുന്നതിന് മുഴുവൻ ഈ ബേസ് ഇൻട്രോഗേഷൻ സെൽ, അതായത് ഡൽഹിയിലുള്ള അവിടെയാണ്. അവിടെ പിന്നെ എല്ലാ ഏജൻസികളും, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ്, മിലിറ്ററി ഇൻ്റലിജൻസ്, ബാക്കി പിന്നെ ഈവൻ കാശ്മീരിൽ നിന്നുള്ള പോലീസ് വരെ അവിടെ ഇൻട്രോഗേഷൻ വരും, ജോയിൻ്റ് ആയിട്ടുള്ള ഇൻട്രോഗേഷൻ. അപ്പം ഈ 130 പേരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പേരെ പിടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഡീറ്റെയിൽ ഇൻട്രോഗേഷൻ സെല്ലിലാണ് 130 പേര് പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ശ്രീനഗറിലും ഈ ദ്രാസിലും ഒക്കെ അവരെ ഡീറ്റെയിൻ ചെയ്യും. അതായത് അവിടെ നിന്ന് വലിയ ഇൻഫർമേഷൻ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് തീർക്കും. ഈ ഹയർ ഇൻട്രോഗേഷൻ സെല്ലിലേക്ക് പോകത്തില്ല. ജീവനോട് ഇത്രയും പേരെ പിടിച്ചിട്ടുണ്ട്. അതിനകത്തൊരു നായിക്ക് ഹിദായത്ത് അലി എന്ന് പറയുന്ന ഒരാളുടെ അവൻ ബ്രേക്ക് ആയപ്പോഴാണ് നമ്മുടെ യുദ്ധം ശരിക്കും നമുക്ക് അവരുടെ ഡിപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. അതായത് അവർ പോസ്റ്റ് ടു പോസ്റ്റ്, അതായത് നമ്മുടെ പോസ്റ്റ് കയ്യേറി അവർ ഇരിക്കുമായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു പോസ്റ്റ് അടുത്ത പോസ്റ്റിൽ വേക്കൻ്റ് ആണ് അവർ, അതിൻ്റെ അടുത്ത പോസ്റ്റിലെ ആള്, അത് 10 പേര് 12 പേര് ഒരു പോസ്റ്റിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞ വിവരം അനുസരിച്ചാണ് നമ്മൾ പിന്നീടുള്ള യുദ്ധത്തിൻ്റെ പ്ലാനിങ് എല്ലാം ഉണ്ടാക്കുന്നത്. എന്ന് ഞാൻ ഓർക്കുന്നു. ഇപ്പോഴും ആ ഇൻട്രോഗേഷൻ സെല്ലിൻ്റെ ഒരു കേണൽ ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടിരുന്നത്. ഈ ഇൻട്രോഗേഷൻ്റെ ഈ ഹിദായത്ത് അലി എന്ന് പറയുന്ന ആൾ ബ്രേക്കായി അന്ന് തന്നെ അദ്ദേഹം അവിടുന്ന് 2 ഓഫീസേഴ്സ് അവരുടെ ഈ വിവരമായിട്ട് ദ്രാസിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ കമാൻഡറെ ബ്രീഫ് ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതാണ് പിന്നെ അവിടുത്തെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞാണ് നമുക്ക് കൺട്രോൾ ആയതെന്നാണ് പറയുന്നത്. ഞാൻ ഡൽഹിയിലാണ് ആ സമയത്ത്. അത് കഴിഞ്ഞാണ് ആ ബോർഡറിൽ ഒരു ജൂൺ 10 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോളിലേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഡിപ്ലോയ്മെൻ്റ് ആയി കഴിഞ്ഞു. എയർഫോഴ്സും ഈ പറഞ്ഞ ആർട്ടിലറി, AD, ഇൻഫൻട്രിയുടെ എല്ലാ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്രാസ് സെക്ടറിലുള്ള അന്നൊന്നും ദ്രാസിൽ നിന്നും ഒരു എൻ്റെ ഓർമ്മ ശരിയായിരുന്നെങ്കിൽ ആ സമയത്ത് ദ്രാസിൽ ഒരു ട്രാൻസിസ്റ്റ് ക്യാമ്പും ഒരു ബറ്റാലിയൻ്റെ ഏതോ ചെറിയൊരു യൂണിറ്റും ഒരു കമ്പനി മാത്രം അവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരും അത്ര വലുതായിട്ട് അവിടെ നിൽക്കുന്നില്ല. അവിടെ എല്ലാവരും പോകുന്നവർ പിന്നെ ഫോർവേഡ് പോസ്റ്റിൻ്റെ ആ ഏരിയയിലേക്ക് പോയി അവിടെയാണ്. ബാക്കി പിന്നെ ശ്രീനഗറിലും പിന്നെ ഉധംപൂർ, ശ്രീനഗർ അങ്ങോട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു പട്ടാളം. പിന്നെ അത് ഞങ്ങളുടെ കാർഗിലോട് ദ്രാസ് എന്ന് പറയുന്ന ഒരു അക്ലൈമറ്റൈസേഷൻ പോയിന്റാണ്. അവിടെ വന്ന് പട്ടാളക്കാർക്ക്, അതായത് ലേ ലഡാക്കിലേക്ക് പോസ്റ്റിംഗ് ആകുന്ന ആള് അവിടുത്തെ ക്ലൈമറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ആ ക്ലൈമറ്റിൽ നേരിട്ട് ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല. ശ്രീനഗർ കഴിഞ്ഞ് ദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് നമ്മൾ 3 ദിവസത്തെ പര്യാട ഡ്രില്ലുണ്ട്, അതായത് അക്ലൈമറ്റൈസേഷൻ ഡ്രില്ല്. അവിടെ അങ്ങോട്ട് പോയാൽ പിന്നെ ഓക്സിജൻ തീരെ കുറവാണ്. ദ്രാസ് കഴിഞ്ഞ് മുന്നോട്ട് പിന്നെ എൻ്റെ കാർഗിൽ, ലേ ലഡാക്ക് ആ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് അവിടെ ഒരു 3 ദിവസത്തെ ട്രെയിൻ, അതായത് നമ്മൾ ആ ക്ലൈമറ്റുമായിട്ട് അക്ലൈമറ്റൈസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഇത് കഴിഞ്ഞ് അതിൽ ഫിറ്റ് ആകുന്നവരെ മാത്രമേ ഈ കാർഗിൽ അല്ലെങ്കിൽ ലേ ലഡാക്ക്, പിന്നെ അങ്ങോട്ട് ബുദ്കർബു, കേരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം പിന്നെ യൂണിറ്റുകളുണ്ട്. അവിടെയുള്ള പോകുന്നവരെ ഈ ഒരു അക്ലൈമറ്റൈസേഷൻ പരേഡ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നവരെ മാത്രമേ അങ്ങോട്ട് വിടത്തുള്ളൂ, അല്ലാത്തവരെ തിരിച്ചുവിടും. പക്ഷേ അവിടെയൊക്കെ ചെല്ലുന്നതിനെ ചേർക്കും മറ്റൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി ഒഡീമ എന്നൊക്കെ പറയുന്ന ഓരോ അസുഖങ്ങൾ, അതായത് ചെസ്റ്റ് പെയിന്, പിന്നെ ഒരു നീർക്കെട്ട്, അങ്ങനെ ശരീരത്തിൽ അതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവരെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അലോ ചെയ്യത്തില്ല. ഈ കാർഗിൽ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഈ ഇവിടെ മുതൽ അങ്ങോട്ട് പിന്നെ പക്ക ഡിഫൻസായി. നമ്മളിപ്പോൾ ഈ അതിർത്തിയിൽ അന്ന് ഈ പറഞ്ഞ ഒരു മഞ്ഞ് വീഴുമ്പം മാറുകയും മഞ്ഞ് തീരുമ്പം തിരിച്ചു പോവുകയും ചെയ്ത ആ സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ അവിടെ എല്ലാം പക്ക ട്രഞ്ചായി, മറ്റേ കോൺക്രീറ്റ് ബങ്കറായി. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ 12 മാസം അവിടെ തന്നെയാണ് നമുക്ക് ആൾക്കാർ തിരിച്ചു പോരുന്നേ ഇല്ല. ഈ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ പക്ക ഡിഫൻസായി. ദ്രാസിൽ വന്നിട്ട് ആർമിയുടെ വലിയൊരു ഒരു ഫോർമേഷൻ തന്നെ അവിടെ വന്നു. ഇപ്പം അവിടെ പഴയതിലൊക്കെ ഭയങ്കരമായിട്ട് ഇതായി. ഇപ്പം പിന്നെ ആ പഴയ 1990 സെറ്റപ്പ് അല്ല ഇപ്പം. ഈ കാർഗിൽ യുദ്ധം ഒരു വലിയൊരു അനുഭവമാണ് നമുക്ക് തോന്നുന്നത്. അതായത് പാകിസ്ഥാനെ ഒരിക്കലും, ചൈനയെ പണ്ട് നമ്മൾ ഏറ്റവും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയുന്നത് ചൈനയെ ഒരിക്കലും വിശ്വസിക്കരുത്. പക്ഷേ പാകിസ്ഥാനും ഒരിക്കലും പറയുന്ന പോലെ ചെയ്യുന്ന ഒരു ഇതല്ല. പാകിസ്ഥാൻ ചതിയുടെയും വഞ്ചനയുടെയും കേദാരമാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് പാകിസ്ഥാനോടുള്ള ഇപ്പോൾ എല്ലാ ഡിഫൻസും പക്കാ ഡിഫൻസാക്കി. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവരുടെ അനുഭവം കേട്ടപ്പോൾ ഏറെ നമ്മളും ബുദ്ധിമുട്ടിപ്പോയി. ഒരു പട്ടാളക്കാരനും അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ
അതുപോലെ രാജ്യം സംരക്ഷിക്കുക എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നവർ മഞ്ഞും വെയിലും മഴയും കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മളെ സംരക്ഷിക്കുന്നവർ എന്തുകൊണ്ട് അവർ ഈ അംഗീകാരം അവർക്ക് നൽകുമ്പോൾ നമ്മുടെ രാജ്യത്തോടും ആ പട്ടാളങ്ങൾക്ക് കാണിക്കുന്ന സ്നേഹം എത്രയോ വലുതാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പോയ പല കാര്യങ്ങളും നമുക്ക് ഈ മനസ്സിലാക്കാൻ പറ്റിയ പരിപാടിയാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് മണ്ടാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഇവിടുത്തെ എല്ലാ സാമൂഹിക സംഘടന നേതൃത്വം നടത്തുമ്പോൾ ഏറ്റവും കാലത്തിനനുസൃതമായ ഒരു മഹാസമ്മേളനം തന്നെയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെ ഓർക്കാനും മരണപ്പെട്ടവരെ ഓർക്കാനും ഒക്കെ ഉള്ളൊരു വേദി കൂടിയാണ് ഈ ആദരവ്. അവർക്ക് നൽകുന്ന സ്നേഹവും കടപ്പാടും രാജ്യത്ത് നൽകുന്ന ഒരു സ്നേഹമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടുത്തെ എല്ലാ സംഘങ്ങളും ചേർന്നുകൊണ്ട് ഇതുപോലൊരു പരിപാടി നടത്തുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി നടത്തുവാൻ വേണ്ട സാഹചര്യങ്ങളാണ് ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ ഇവിടുത്തെ സംഘടനകളും ചേർന്ന് നടത്തുന്നത്. ഒരിക്കൽ കൂടി അവരുടെ ഈ രാജ്യത്തോട് ചെയ്ത എല്ലാ നന്മകൾക്കും നമ്മൾ കടപ്പെട്ടവരാണ്. ഇത്രയും നേരവും നമ്മൾ കേട്ടിരുന്നത് 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരജവാന്മാരുടെ അനുഭവകഥകളാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ കേൾക്കുവാനും അത് കേൾക്കുമ്പോൾ മനസ്സ് കാണിച്ച ഈ നാടിനോടും ഈ നാട്ടിലെ ജനപ്രതിനിധികളോടും വിവിധ പ്രസ്ഥാനങ്ങളോടും വളരെ വളരെ ആദരവ് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഞങ്ങളെ കേൾക്കുവാൻ ആൾക്കാരുണ്ട്, വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഈ ദിവസത്തിൽ വേറെ ഒന്നും പറയാനില്ല, വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ നാട്ടിൽ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതിൽ ഈ അവസരത്തിൽ ഇങ്ങനെയൊരു സ്വീകരണം തരുവാനും ആദരിക്കുവാനുള്ള അവസരം കാണിച്ച നിങ്ങളോട് വളരെ കടപ്പാടോടെ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.